എല്ലാ കൂട്ടുകാർക്കും സിനിമ എന്ന ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോൾ അടുത്ത് ഇറങ്ങിയ ശങ്കറിൻ്റെയും കമലഹാസൻ്റെയും പുതിയ സിനിമ, അതായത് ഇന്ത്യൻ 2, അതിൻ്റെ റിവ്യൂ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത കൂട്ടുകാരനൊന്ന് ഷെയർ ചെയ്ത് ഒരു നന്മയുള്ള മനസ്സിന് ഉടമയാകുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. അതായത് 96-ലാണ് ഇന്ത്യൻ 1 ഇറങ്ങിയത്, ഏകദേശം 28 വർഷത്തിന് മുമ്പ്. ആ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് ഇപ്പോഴത്തെ ഇന്ത്യൻ സിനിമ കാണുമ്പോൾ 28 വർഷത്തിന് ശേഷം, അതായത് 28 വർഷത്തിന് ശേഷം പല മാറ്റങ്ങളും സിനിമാ ലോകത്തും ജനങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും ശങ്കറിൻ്റെ കരിയർ, അതായത് 96-ൽ ഇന്ത്യൻ സിനിമ എടുത്ത ശങ്കർ, ആ കരിയറിൻ്റെ ഗ്രാഫിന് എന്ത് സംഭവിച്ചു? ആ ഗ്രാഫ് കൂപ്പുകുത്തി. അതാണ് ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യൻ സിനിമ കണ്ട നമ്മളെല്ലാവരും ഇന്ത്യൻ സിനിമ 2 കാണാനായിട്ട്. അതായത് ശങ്കറിലുള്ള ഒരു വിശ്വാസം, പിന്നെ കമലഹാസൻ എന്ന ഉലകനായകൻ്റെ അഭിനയ പ്രതിഭയിലുള്ള വിശ്വാസം, ഇത് മൂന്നും മിങ്കിൾ ചെയ്തിട്ട് കാണാനായിട്ട് നമ്മൾ ചെന്നു. പക്ഷേ ഒരു നിരാശയായിരുന്നു നമുക്ക് കിട്ടിയത്. ഇതിൽ ശങ്കറിൻ്റെ ഫ്രെയിമുകൾ എടുത്തു നോക്കിയാൽ അറിയാം, പൈസ വാരി എറിഞ്ഞിട്ടുള്ള ഓരോ ഫ്രെയിമുകളായിരിക്കും. പൈസ നന്നായിട്ട് ചിലവാക്കിയ സിനിമകളാണ് ശങ്കർ പിടിക്കുക. അതുകൂടാതെ ശങ്കർ ഒരു സിനിമയ്ക്ക് 50 കോടി രൂപയോളമാണ് മേടിക്കുന്നത് എന്നും പറയപ്പെടുന്നു. പക്ഷേ ഈ സിനിമ നമുക്ക് കാണുമ്പോൾ ഇതിൽ അങ്ങനെ പൈസ വാരി എറിഞ്ഞ ഫ്രെയിമുകൾ നമുക്ക് കാണാനല്ലാതെ പ്രത്യേകിച്ച് ഒരു ദൃശ്യാനുഭവം ഒന്നും നമുക്കിതിൽ ലഭിക്കുന്നില്ല. നല്ല നല്ല സീനുകൾ നമുക്കൊന്നുമില്ല. അതുകൂടാതെ കമലഹാസൻ്റെ രൂപം മാറി വരുന്ന ഓരോ സീനുകളും ഉണ്ട്. അതൊന്നും നമുക്ക് അങ്ങോട്ട് ഏശുന്നില്ല. നമുക്കൊരു സുഖാനുഭവം, ഒരു ദൃശ്യഭംഗിയോ അതിലില്ല. ഇതിൽ നമ്മൾ നോക്കിയാൽ 4 യുവാക്കൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അതായത് ബാർക്കിംഗ് ഡോഗ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അതായത് അതിൽ അഴിമതിക്കെതിരെ നമുക്ക് കുറയ്ക്കാം എന്നാണ് ബാർക്കിംഗ് ഡോഗ്സിൻ്റെ അർത്ഥം പറയുന്നത്. അതിൽ അവർ സാമൂഹ്യപരമായ കാര്യങ്ങൾ ഒരു ട്രോൾ രൂപത്തിലൊക്കെ ഇടുന്നു. പ്രത്യേകിച്ച് അഴിമതിയാണ് അവർ ആ ചാനൽ കൂടുതലുമായിട്ട് ഇടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഒരു കോളേജിൽ ഒരു അഡ്മിഷൻ സംബന്ധമായ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഒരു സ്ത്രീ അവിടെ പോകുന്നു അഡ്മിഷൻ ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 8 ലക്ഷം കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ചില സംഭവങ്ങൾ എല്ലാം നടക്കുന്നു. എന്നിട്ട് ആ സ്ത്രീ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിക്കുന്നു. പക്ഷേ ഇവരത് കണ്ടുകൊണ്ട് വരുന്നു. പക്ഷേ പോലീസ് അതിൽ കേസ് എടുക്കുന്നില്ല. പകരം ഇവരെയാണ് പ്രതി ചേർക്കുന്നത്. ഇവരുമായിട്ട് തർക്കത്തിൽ വരുമ്പോൾ ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് ഇവർക്ക് തോന്നുന്നു ഇവർ ഇങ്ങനെ ചാനൽ ഇങ്ങനെ തുടങ്ങിയിട്ട് കാര്യമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോയിലെല്ലാം ലക്ഷക്കണക്കിന് വ്യൂസും ഉണ്ട്. എന്നാൽ പ്രേക്ഷകരിൽ നിന്ന് കാര്യമായ ഒരു സ്വാധീനം ഇവർക്ക് ഇല്ല. ആൾക്കാർ കാണുന്നു യൂട്യൂബ് ചാനൽ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രതികരണം ഒന്നുമില്ല. അപ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് പഴയ ഇന്ത്യനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെയാണ് അവർ കംബാക്ക് ഇന്ത്യൻ എന്നൊരു ഹാഷ്ടാഗ് ഇടുന്നു. ആ ഹാഷ്ടാഗും ഭയങ്കര സക്സസ് ആയി മുന്നേറിക്കൊണ്ടിരിക്കുന്നു, ഏറ്റവും മുന്നിലേക്കും. അങ്ങനെ തായ്വാനിൽ നിന്ന് ഇവർക്കൊരു ഫോൺ വരികയാണ്, ഇവരുടെ ഒരു ഫ്രണ്ടിൻ്റെ, ഈ 4 പേർക്ക് ഫ്രണ്ടിൻ്റെ. അതായത് തായ്വാനിൽ ആ ഫ്രണ്ട് പറയുകയാണ് ഇന്ത്യനെ അവിടെ കണ്ടു എന്നുള്ളത്. പിന്നെ ആ ഫ്രണ്ട് ഇന്ത്യനെ തപ്പി നടക്കുകയാണ് അവിടെ. അപ്പോൾ ഇന്ത്യനെ അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ ഇന്ത്യൻ പറയുന്നു, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്, യൂട്യൂബിലൂടെ ഞാൻ തിരിച്ചു വരികയാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് ഇവരെ അറിയിക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ ഇന്ത്യൻ ഫേസ്ബുക്ക് ലൈവിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ വരുന്ന സമയത്ത് ഇന്ത്യനെ പിടിക്കാനായിട്ട് CBIയും മറ്റു ഫോഴ്സുകളെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്യുന്നത്, എയർപോർട്ടിൽ നിന്ന് മുങ്ങുന്നു. പിന്നെ ഇന്ത്യൻ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അഴിമതിക്കാരായ 3 പണക്കാരെ കൊല്ലുന്നുണ്ട്. അതിലൊന്ന് ചില അഴിമതിക്കാർ ഒരു സിംബോളിക്കായിട്ട് കാണിക്കുക. അതായത് ഇവിടെ നിന്ന് കോടികൾ ആയിട്ട് മുങ്ങിയ ഒരു മദ്യമുതലാളിയാണ് അതിൽ സിംബോളിക്കായിട്ട് കാണിക്കുന്നത്. നമുക്കറിയാമല്ലോ, ആ മദ്യമുതലാളി സ്ത്രീകളുമായിട്ട് കൂട്ടുകൂടിയെന്നായിരുന്ന ഒരു മദ്യമുതലാളി. ആ മദ്യമുതലാളിനെ ആദ്യം കൊല്ലുന്നു. പിന്നെ അതിനുശേഷം ഗുജറാത്തിലുള്ള ഒരു വ്യവസായ പ്രമുഖൻ, ഒരു ഖനിയുടെ മുതലാളിയെ കൊല്ലുന്നു. പക്ഷേ ഈ സീനുകളൊക്കെ വളരെയധികം വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നു. ബോറടിയുടെ നെല്ലിപ്പലയാണ് നമ്മൾ കാണുന്നത് ഈ ഓരോ സീനുകളും.
നമുക്ക് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ആദ്യ പകുതിയുടെ പകുതി, അതായത് തുടങ്ങി ഒരു 20 മിനിറ്റ് വരെ നല്ല രീതിയിൽ പടം മൂവ് ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടാണ് ഒരു ചവറ് പോലെയായി സിനിമ മാറുന്നത്. അതുകൂടാതെ ലാസ്റ്റ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് ഐറ്റം ഈ അജാനുബാഹ്യമായ ഉള്ള ഒരു ബോഡി ലാംഗ്വേജ്, ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന അവർ വന്നിട്ട് കമലഹാസനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഗോളം പോലെ, ചില്ലുഗോളം പോലെ അവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നു. കമലഹാസൻ അതിനെല്ലാം അടിച്ച് ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യും. നമ്മൾ ഒരു ഫൈറ്റ് സീൻ ചെയ്യുമ്പോൾ കരാട്ടയ്ക്കൊക്കെ ഫൈറ്റ് ഡെമോ ചെയ്യില്ല, അതുപോലെ അവർ വെറുതെ പിടിച്ചു കമലഹാസൻ ഓരോരുത്തർക്ക്. വളരെ ബോറിംഗ് ആയ ഒരു ഫൈറ്റ് സീനാണ് അത് ആ സമയത്തൊക്കെ ഇടുക. അതുകൂടാതെ തമിഴ് സിനിമയിൽ കൊണ്ടുവരാറുള്ള കുറച്ച് ഒരു സെൻറ്റിമെൻറ്റ്സ് സീൻസ്, അതായത് അമ്മ, അപ്പ, തങ്കച്ചി എന്നീ സീക്വൻസിലുള്ള കുറച്ച് സെൻറ്റിമെൻറ്റ്സ് സീനുകളൊക്കെ വന്നിട്ട് ബോറാണ്. പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒന്നും കാര്യമായിട്ട് ഒന്നും പറയാനില്ല. കാരണം ഒരു റിവ്യൂ ഇടുമ്പോൾ പരമാവധി ഞാൻ മോശം വാക്കുകൾ ഏത് റിവ്യൂവിലും ഒഴിവാക്കണം. കാരണം ഒരു സിനിമയുടെ പിറവി അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉള്ള ഒരാളാണ് ഞാൻ. കാരണം ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു കഥ രൂപാന്തരപ്പെടണം. ആ കഥ വന്നിട്ട് ചിലപ്പോൾ സംവിധായകൻ്റെയിലായിരിക്കാം, അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെയിലായിരിക്കും. അതുകൂടാതെ എഴുത്തുകാരൻ്റെയിലാണെങ്കിൽ കഥ ചെന്നിട്ട് സംവിധായകനോട് പറയുന്നു, അവരത് പേപ്പറിലേക്ക് പകർത്തുന്നു. അതുകൂടാതെ നിർമ്മാതാവിനെ കേൾപ്പിക്കുന്നു. നിർമ്മാതാവിന് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൊഡക്റ്റീവ് ഉൽപ്പന്നമായിട്ട് മാറും. അതിനുശേഷം അതിന് പറ്റിയ അഭിനേതാക്കളെ കണ്ടെത്തി അവരോട് ഈ കഥാപാത്രത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രതിഫലിപ്പിച്ച് അഭിനയിപ്പിച്ച് അത് ക്യാമറയിൽ പതിച്ച് അതിനുശേഷം അതിൽ വിഷ്വൽ എഫക്റ്റ് കൊടുക്കുള്ളൂ, സൗണ്ട് മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് എന്നിട്ടാണ് ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ എത്രയോ കാലത്തെ പരിശ്രമമാണ്, എത്രയോ മനുഷ്യന്മാരുടെ വിയർപ്പും ചിന്തകളിൽ നിന്ന് വന്ന ഒരു ഉൽപ്പന്നം. അപ്പോൾ നമ്മൾ അത്രയും മോശമായിട്ട് ഒരിക്കലും ഒരു സിനിമയിലാണ് താറടിച്ച് കാണിക്കരുത്. പക്ഷേ എന്ന് ഞാൻ പറയാൻ കാരണം, ഇത് ശങ്കർ എന്ന് പറയുന്ന മഹാനായ ഒരു ഡയറക്ടർ, അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതായത് ഇന്ത്യൻ 1 ഇറങ്ങിയ അതിമനോഹരമായ സിനിമകൾ ഉണ്ടാക്കിയ കാതലൻ നമുക്ക് തന്ന, അല്ലെങ്കിൽ ജെന്റിൽമാൻ നമുക്ക് സമ്മാനിച്ച, അല്ലെങ്കിൽ മുതൽവൻ നമുക്ക് സമ്മാനിച്ച ആ ശങ്കറിൽ നിന്ന് 28 വർഷത്തിന് ശേഷം വന്ന ഒരു സിനിമ ഇത്രയും മോശമായി വന്നപ്പോൾ, എത്രയോ മോശങ്ങൾ സിനിമകൾ വന്നു, പക്ഷെ നമ്മൾ അതിനൊന്നും ഒന്നും പറയുന്നില്ല. കാരണം എന്താ, അതൊക്കെ പുതിയ സംവിധായകൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളായിരിക്കും, ലോ ബഡ്ജറ്റ്. ഇത്രയും പൈസ സംവിധായകനിൽ നിന്ന് ഇത്രയും രസാനുഭവം ഇല്ലാത്തൊരു സിനിമ വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര മോശമായ ഒരു റിവ്യൂ ഇടുന്നത്. അപ്പോൾ അടുത്ത സിനിമ നമുക്ക് നന്നാവും എന്ന് പ്രതീക്ഷിക്കാം. കാരണം പ്രതീക്ഷകളാണല്ലോ നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ 3 ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കമലഹാസനും ശങ്കറും ഒരു നല്ല സിനിമാനുഭവം നമുക്ക് നൽകുന്ന ഒരു പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ആരെയും വേദനിപ്പിക്കാനോ ആരെയും ഇകഴ്ത്താനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ശങ്കറിൽ നിന്ന് ഇത്ര മോശം സിനിമ വന്നതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആർക്കെങ്കിലും വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു.